2023 റിലീസിനെത്തിയ ബാലയ്യ സിനിമയായിരുന്നു ഭഗവന്ത് കേസരി. അവിടെ അത്യാവശ്യം ഓടി തരക്കേടില്ലാത്ത റെസ്പോൺസ് ഒക്കെ വന്നൊരു സിനിമയാണ്. പൊതുവെ ബാലയ്യ സിനിമകൾ ഒരു പരിധിവരെ മര്യാദയ്ക്ക് എടുത്തിട്ടുള്ള ഒരു പടമാണ്. പക്ഷെ ബാലയുടെ മുമ്പത്തെ സിനിമകളൊന്നും കാണാത്ത ഒരാളാണ് ഈ സിനിമ കണ്ടതെങ്കിൽ ആ മര്യാദ മനസ്സിലാവത്തില്ല. 2023 ഒക്ടോബർ 19 വിജയ് ലോകേഷ് ടീമിന്റെ നമ്മുടെ പീക്ക് ലിയോടൊപ്പം ക്ലാഷ് റിലീസ് ആയിട്ടാണ് ഈ ഭഗവന്ത് കേസരി അന്ന് റിലീസ് ആയത്. അന്ന് ആ ടൈമിൽ എങ്ങനെ ഞാൻ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടിട്ടുണ്ട്. അന്ന് ഈ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോ എനിക്ക് ഒട്ടും വർക്കാവാതെ പോയൊരു സിനിമയാണ്. കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇതിന്റെ കൊമേഴ്ഷ്യൽ സൈഡ് നമുക്കോട്ട് ഡൈജസ്റ്റ് ആവത്തില്ല. എനിക്കായില്ല, ഒട്ടും വർക്കായില്ല. തൊട്ടിപ്പുറത്ത് ലിയോ ഒക്കെ ഉള്ളപ്പോ ഇതൊക്കെ എന്ത് നിലവാരത്തിലുള്ള പടമാണെന്നൊക്കെ അന്ന് തോന്നി. ഇപ്പൊ 3 വർഷം കഴിയുമ്പോ അതേ ബാലയ്യ പടം അതേ വിജയ് റീമേക്ക് ചെയ്ത് അതേ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന എന്റെയൊക്കെ ഒരു അവസ്ഥ. ഈ ഒരു കാര്യത്തില് നന്ദിയുണ്ടേ. എന്താണ് ജനനായകൻ? ഭഗവന്ത് കേസരിയെ പൊളിറ്റിക്സിൽ മുക്കിയെടുത്തതാണ് ജനനായകൻ. വെറും റീമേക്ക് എന്ന് പറഞ്ഞാൽ പോലും പറ്റത്തില്ല. സീൻ ബൈ സീൻ ഡയലോഗുകൾ അടക്കം ഒരു മാറ്റമില്ല. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു അച്ചിലിട്ട് വാർത്ത പോലെ, സെക്കൻഡ് ഹാഫ് എന്തോ പോലെ. പക്ഷെ ഭഗവന്ത് കേസരിയിൽ നിന്ന് ജനനായകനിലേക്ക് വരുമ്പോ വിജയ് എന്ന് പറയുന്ന ഫാക്ടർ നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തും. അത് വല്ലാത്തൊരു വിജയ് മാജിക് ആണ്. അങ്ങനെ കൊണ്ട് മാത്രം പെടുന്നൊരു കാര്യം. സ്ക്രീനിൽ ഇത്രയും വലിയൊരു കാട്ടവരാതെ നടക്കുമ്പോഴും അങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. സ്ക്രീൻ പ്രസൻസിലെങ്കും ഇങ്ങനെ മുട്ടാൻ മറ്റൊരു സ്റ്റാർ ഇല്ല. അമ്മാതിരി ഓറ ഫാമിംഗ് ആണ് ഈ വിജയ് എന്ന് പറയുന്ന ഫാക്ടറും. പിന്നെ അനിരുദ്ധിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം ക്രാഫ്റ്റിൽ ഒന്നാണ് ഈ സിനിമ. 400 കോടിയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ്. ആർട്ട്, സിനിമാറ്റോഗ്രഫി എന്നൊക്കെ പറഞ്ഞ് സൗത്തിലെ ടോപ്പിലുള്ളവരാണ് ഈ പടത്തിന് വർക്ക് ചെയ്തത്. ഈ ഗൂഗിൾ ഫ്ലോയിൽ ഫ്രീ ക്രെഡിറ്റിൽ ചെയ്താൽ പോലും ഇതിനുപയോഗിച്ചതിനേക്കാൾ നല്ല AI വിഷ്വൽസ് കിട്ടും. ഈ പടത്തിൽ ഒരു 40% AI വെച്ചിട്ട് അങ്ങ് മെഴുകിയിട്ടുണ്ട്. അത് ഏത് പ്രോംപ്റ്റ് വെച്ച് അടിച്ചെന്ന് മനസ്സിലാവാത്ത വിഷ്വൽസും, അതും ഹോളിവുഡ് ലെവല്. ഇതിന്റെ കുഴപ്പം എന്താന്ന് വെച്ചാൽ പടത്തിലെ ബാക്കി വിഷ്വൽസും ഈ കാണിച്ചു വെച്ചേക്കുന്ന ഷോട്ട്സുകളും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധം വേണ്ടേ? ഒരു ബന്ധമില്ല. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ അവതാറിനകത്തുള്ള ഒരു ഷോട്ട് എടുത്ത് തുറുപ്പുകൊല്ലാനകത്ത് ഇരിക്കും. അമ്മാതിരി മണ്ടം പരിപാടി. എന്തായാലും വെച്ചാ ചെയ്യുന്നത്. അപ്പൊ മര്യാദക്ക് വൃത്തിക്കൊക്കെ ചെയ്യണ്ടേ? ഇതതുമില്ല. പിന്നെ ബോബി ഡിയോള് വന്നു കഴിഞ്ഞാൽ പിന്നെ പടക്കടക്ക് തീ പിടിച്ച പോലെ എവിടുന്നൊക്കെയോ വാണം കയറി വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അമ്മാതിരി പൊട്ടിക്കൽ, ഒരു മയമില്ലാത്ത പൊട്ടിക്കല പൊട്ടിക്കുന്നത്. അപ്പൊ തുടങ്ങിയ പൊട്ടിക്കൽ അവസാനം ഇരുന്ന് വെടി, നടന്നു വെടി, പറന്നു വെടി, വെടിയോട് വെടി. ശരിക്കും പറഞ്ഞാൽ ഒരു വെടിക്കെട്ട് പുകച്ചിലാണ് ഈ പടം. എന്തായാലും കറക്റ്റ് സമയത്ത് ഈ പടം ഇറങ്ങിയത്. അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ വിജയ് എന്ന് CM അല്ല, ഇലക്ഷനും നടന്നിട്ടില്ല. പിന്നെ അങ്ങോട്ട് ഊക്കുവേണ്ടിയായി പോകാന്. ഇന്നാവുമ്പോ ഈ പടത്തിൽ പറഞ്ഞ കാര്യങ്ങളും അതിലെ ചില ആളുകളെ നമുക്ക് നന്നായിട്ട് കണക്ട് ആവും. ശരിക്കും പറഞ്ഞാൽ എന്ത് കാര്യത്തിനാണോ ഈ പടം അന്ന് റിലീസ് തടഞ്ഞത്, ആ പ്രോപ്പഗണ്ട ശരിക്കും വർക്കായത് ഇപ്പോഴാ. അങ്ങനെ മൊത്തത്തിൽ ജനനായകൻ എന്നിലെ വിജയാരാധകന് വൻ നിരാശയാണ്. മിസ്റ്റർ CM, ഞങ്ങൾ ഇതിനേക്കാളും അർഹിച്ചിരുന്നു. ഇങ്ങനൊരു പടം ചെയ്ത് കരിയർ അവസാനിപ്പിച്ചത് ഞങ്ങളോട് ചെയ്തൊരു ദ്രോഹമായി പോയി. അങ്ങനെ അവസാനത്തെ FDFS ഇന്ന് കഴിഞ്ഞു.